അവരുടെ ആഗ്രഹം എന്ന് വെച്ചാൽ കേരളം ഇന്ത്യയിൽ നിന്ന് സ്വതന്ത്രമായി വേറെ രാജ്യം പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. ഞാൻ ഭയപ്പെട്ടത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി കഴിയുമ്പോൾ പിണറായിയേക്കാൾ വലിയ ഒരു വേട്ട എനിക്കെതിരെ തുടങ്ങിയേക്കൊന്ന് തോന്നലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങ് പറയുമ്പോഴൊക്കെയാണ് അതിൻ്റെ ഒരു സീരിയസ്നെസ്. ഇതൊന്നും വി ഡി സതീശന് വിഷയമാണ്. പുള്ളിക്ക് വിഷയമൊന്നുമല്ല. പുള്ളി ജമാഅത്ത് ഇസ്ലാമി പുള്ളിയെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. ജമാഅത്ത് ഇസ്ലാമിക്കാർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഷാജർ സ്കറിയെ നാട് കടത്തണം. അവരുടെ ആഗ്രഹം അവരുടെ വലിയ വലിയ ആഗ്രഹങ്ങളാണ്. ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. അതെ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊരു ചർച്ചയായതുപോലും ഇപ്പൊ ഈ ആരിഫ് അടക്കമുള്ളവർ പറഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ല. കാരണം അയാളൊരു യുക്തിവാദിയാണ്, മുസ്ലിം. അല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ അവർക്ക് വളരെ എളുപ്പത്തിൽ പറയാം, ബ്രാൻഡ് തീർന്നു. ഇനി BJP നേതാക്കന്മാർ അല്ലെ ശശികല അവരൊക്കെ പറഞ്ഞ അവര് വർഗീയവാദികൾ, ഹിന്ദുത്വമാണ്. എന്നെയാണ് അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തതും. അതുകൊണ്ടാണ് ഇവർ എനിക്കെതിരെ ഭീകര. കാരണം ഞാൻ വർഗീയത പറയുന്നില്ല, ഞാൻ ഇസ്ലാമിനെ തള്ളി പറയുന്നില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ പേടി. ഞാൻ ഇസ്ലാമിനെ തള്ളി പറയായിരുന്നെങ്കിൽ ഇവർ പറയുന്ന എളുപ്പമായിരുന്നു, കൃസംഖ്യക്കായിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിലായിരുന്നു ഞാൻ ഭയപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയൊന്നും അല്ല. വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ ഉത്തമ ബോധ്യത്തിൽ തന്നെ പോകുന്നു എന്നൊരു തിരിച്ചറിവിലേക്ക് വന്നിട്ടുണ്ട്. റോയി മാത്യുവിന് വിമർശനങ്ങൾ അന്ന് വൈകുന്നേരം ഇവർ ചർച്ച നടത്തി. എന്നിട്ട് വല്ല വിചാരിച്ചിട്ടുണ്ട് വല്ല കാര്യമുണ്ട്, ഒന്നും സംഭവിക്കില്ല. റോയി മാത്യു ഇവിടെ അവിടെ തന്നെ ഇരിക്കും. ആ പദവി വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആരംഭിക്കും. ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് വലിയ വിഷമം തോന്നി. പുള്ളിക്ക് വല്ല വിഷമമുണ്ടാവും ഇല്ല. സത്യപ്രതിജ്ഞയ്ക്ക് പോയപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ സംഘവും തലയിൽ തൊപ്പി വെക്കാതെ പോയി. തൊപ്പി വെച്ചാലത് വെച്ചില്ലെങ്കിൽ, പക്ഷെ തൊപ്പി വെക്കാതെ പോയി. അതെ, മുമ്പൊക്കെ പോരുന്നവ എപ്പോഴും തൊപ്പി വെക്കായിരുന്നു. തൊപ്പിയില്ലാത്തതുകൊണ്ട് വല്ല കുഴപ്പമില്ല. ഈ PM ശ്രീയിൽ ഒപ്പിട്ടു. കാശി മേടിക്കുന്നത് ഷംസുദ്ദീൻ പറയുന്നു. ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് പലതും പറയും, അത് ഇവിടെ നടപ്പുള്ള കാര്യമാണ്. അത് ഷാജി പറയുന്നു. വിടാൻ പറ്റുമോ? ഇതൊക്കെ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് വലിയ സങ്കടമാണ്. പക്ഷെ വല്ലതും ചെയ്യാൻ പറ്റുമോ? അവരുടെ ആഗ്രഹം എന്ന് വെച്ചാൽ കേരളം ഇന്ത്യയിൽ നിന്ന് സ്വതന്ത്രമായി വേറെ രാജ്യം പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. നടപ്പുള്ള സൗത്ത് ഇന്ത്യ ആയിരുന്നു, കേരളം എങ്കിലും. അതെ അതെ അതെ, കേരളം എങ്കിലും കേരളം ഒരു സ്വതന്ത്ര പരമാധികാര ഇസ്ലാമിക് റിപ്പബ്ലിക്കായിട്ട് മാറുന്നത് അവരുടെ ആഗ്രഹം.